നെക്കിൻ്റെ വിഡ്ത്ത്, നെക്കിൻ്റെ ഡെപ്ത്ത്, ഷോൾഡർ, ആം ഹോൾ ഡെപ്ത്ത്, ആം ഹോൾ റൗണ്ട്, നമ്മുടെ ചെസ്റ്റ് അളവ്, ഇതെല്ലാം ചെസ്റ്റ് മെഷർമെൻറ്റിൽ നിന്ന്. അതുകൊണ്ട് ജസ്റ്റ് എന്താണ് ചെസ്റ്റ് മെഷർമെൻ്റ് എന്ന് മാത്രം ഞാൻ കാണിക്കാം. ഹായ്, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. സാലിറോസ് ചാനലിൻ്റെ ഒരു വ്യത്യസ്തമായ ഒരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് സ്വാഗതം. ഞാനതങ്ങനെ എന്തുകൊണ്ടാണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ കഴിഞ്ഞ ഒരു 3-4 ദിവസമായിട്ട് എൻ്റെ ഉള്ളിൽ എങ്ങനെയൊരു തോന്നിയതിൻ്റെ കാരണം പലരുടെയും പല കമൻറ്റ് കണ്ടത് ആണ് എനിക്ക് ശരിക്കും തോന്നിയത്. കഴിഞ്ഞ ദിവസം ഏറ്റവും കഴിഞ്ഞ ദിവസം ഒരാൾ ചോദിച്ചു, ബ്രേസറിൻ്റെ അളവാണോ അതോ ബ്രസ്റ്റിൻ്റെ സൈസാണോ ഈ 40, 42, 44 എന്നൊക്കെ പറയുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. അപ്പോൾ അത്ര വലിയ ഗ്രാഹ്യമില്ലാത്തവരുണ്ട്. അവർക്ക് വേണ്ടി മാത്രമല്ല, തയ്ക്കുന്നവർക്ക് വേണ്ടി തന്നെയാണ് കേട്ടോ. തയ്ച്ചു തുടങ്ങിയ ഒരുപാട് പേര് എനിക്കുണ്ട്, ഒരുപാട് പേര്. നിങ്ങളെ ഓർത്താണെന്ന് ഞാൻ കുറച്ചുകൂടെ വിശദമായിട്ട് ചെസ്റ്റും നമ്മുടെ ഷോൾഡറും ആം ഹോളിൻ്റെ ഡെപ്തും കർവും റൗണ്ടും ഇതൊക്കെ ഒന്ന് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ. അപ്പം സ്കിപ്പ് ചെയ്യരുത്. ഞാൻ വേണമെങ്കിൽ വീഡിയോ ദൈർഘ്യം കുറച്ചേക്കാം, പക്ഷെ ഞാൻ പറയുന്ന കൃത്യമായിട്ട് കേൾക്കണം. റെഡി ആണെങ്കിലേ ഞാൻ തുടങ്ങത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്ന ഈ ഡ്രസ്സ് നിങ്ങൾ കണ്ടോ, ഈ കുർത്തി, ഇത് കഴിഞ്ഞ ദിവസം തയ്ച്ചതാണ്, കഴിഞ്ഞ ആഴ്ച തയ്ച്ചതാണ്. ഇത് നിങ്ങൾ നോക്കിക്കേ, സൗന്ദര്യമല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, ഇതെനിക്ക് ചേരും അങ്ങനെയൊന്നുള്ള കാര്യമില്ല. ഇത് 5 ഇഞ്ച് കഴുത്തിന്, ഫ്രണ്ട് കഴുത്തിന് ഡെപ്തും 4.5 ഇഞ്ച് ഇതിൻ്റെ നെക്ക് വിഡ്ത്തും, ബാക്ക് 5.5 or 6 ഇഞ്ച് ബാക്ക് ഇറക്കിയിട്ടുണ്ട്. ഫ്രണ്ട് 5 ആണ് തോന്നുന്നുണ്ട്. ഫ്രണ്ട് 5ഉം ഇത് 2.5 ഈ ഇറക്കവും ഇറക്കിയ നമ്മൾ ഇങ്ങനെ ഈ ഫാഷനിൽ നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ ചുരിദാർ ഇട്ടാൽ, ഇത് ഇട്ട് കഴിഞ്ഞാലുണ്ടല്ലോ, എന്തായാലും പറയാം, നമ്മുടെ ശരീരത്തിൽ ബിറ്റായിട്ട് നൽകും എന്ന് പറയും. ദീർഘമൊന്നുമില്ല, ഇത് കണ്ടോ, ഇത് ദീർഘമൊന്നുമില്ല, ആവശ്യത്തിന് ലൂസുണ്ട്, എല്ലായിടത്തും ലൂസൊക്കെ ഉണ്ട്. കയ്യത് എത്ര ഇറക്കമൊക്കെ ഉണ്ട്. സാധാരണ കൈയിറക്കം കൂടി കഴിഞ്ഞാൽ ഷോൾഡർ ഇറങ്ങി. ഇതിന് യാതൊരു പ്രോബ്ലവും ഇല്ല, ഇത് ഇങ്ങനെ തന്നെ നിൽക്കും. ഈ കഴുത്ത് ഇത്രയും വൈഡായിട്ടും ഇതിങ്ങനെ അങ്ങോട്ട് നീങ്ങി പോവോ, അല്ലെ ഫ്രണ്ടിനൊക്കെ ബാഗിലേക്ക് കയറി പോവോ, ഇറങ്ങി, യാതൊന്നുമില്ല. ഇട്ട നമ്മുടെ ബോഡിയോട് അതുപോലെ ഫിറ്റായിട്ട് നീങ്ങും. അപ്പോഴും എൻ്റെ മനസ്സ് പറഞ്ഞു, എല്ലാവരും ഇതല്ലേ ആഗ്രഹിക്കും. നമ്മൾ ഡ്രസ്സ് തയ്ച്ചാൽ എത്ര നല്ല തുണിയാണേലും ഏതെല്ലാം ഡിസൈൻ തയ്ച്ചാലും നമുക്ക് ബോഡിയോട് അത് സ്യൂട്ടായിട്ട് കിടന്നില്ലെങ്കിൽ നമുക്ക് ഇടാൻ പോലും തോന്നുകയില്ല. അങ്ങനെയൊക്കെയുള്ള ചില ചിന്തകൾ കൊണ്ടാണ് ഇന്ന് ഞാൻ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാം. ജനറലായിട്ട് വരുന്ന കാര്യങ്ങളാണ്. അത് എല്ലാവർക്കും ഒരുപോലെ സ്യൂട്ടാവുമോ എന്ന് ചോദിച്ചാൽ ചെറിയ തോതിൽ മാറ്റങ്ങൾ വരും. കടയല്ലല്ലോ, പല സൈസിലല്ലേ. എൻ്റെ കണ്ടില്ലേ, എനിക്ക് ഷോൾഡർ നല്ല വിരിവുള്ള ഷേപ്പാണ് അല്ലേ, ഷോൾഡർ നല്ല വിരിവുണ്ട്. ചിലർക്ക് എൻ്റെ സെയിം ചെസ്റ്റ് സൈസ് ഉണ്ടെങ്കിലും ഷോൾഡറിന് ഇത്രയും വിരിവുണ്ടാകണം എന്ന് നിർബന്ധമില്ല. അപ്പോൾ അവർക്ക് ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും. എങ്കിലും ജനറലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. നെക്കിൻ്റെ വിഡ്ത്ത്, നെക്കിൻ്റെ ഡെപ്ത്ത്, ഷോൾഡർ, ആം ഹോൾ ഡെപ്ത്ത്, ആം ഹോൾ റൗണ്ട്, നമ്മുടെ ചെസ്റ്റ് അളവ്, ഇതെല്ലാം ചെസ്റ്റ് മെഷർമെൻറ്റിൽ നിന്ന്. അതുകൊണ്ട് ജസ്റ്റ് എന്താണ് ചെസ്റ്റ് മെഷർമെൻ്റ് എന്ന് മാത്രം ഞാൻ കാണിക്കാം. എന്നിട്ട് ഏത് മെഷർമെൻറ്റിൽ നിന്നാണ് നമ്മൾ ഈ പറയുന്നതെന്നും നിങ്ങൾ ഓർത്തോണം. നമ്മളെന്നല്ല, ജനറലായിട്ടുള്ള അടയാളം. ഞാൻ എന്നും എൻ്റെ ഒരുവിധപ്പെട്ട ഒത്തിരി വീഡിയോകളിൽ ഞാൻ നിങ്ങളെ കാണിക്കും ചെസ്റ്റ് അളവ് എന്താണെന്ന്. വീണ്ടും കാണിക്കുകയാണേ, അല്ലെങ്കിൽ എന്നാന്ന് ചോദിച്ചാൽ പിന്നെ ചോദ്യങ്ങൾ ചോദിക്കും. അതുകൊണ്ട് നിങ്ങൾ നോക്കിക്കുക, നിങ്ങൾക്ക് കാണാവുന്ന പോലെ ഞാൻ വെക്കുന്നത് ചെസ്റ്റ് അളവ് എടുക്കുന്നത്. നിങ്ങൾ നോക്കിയേ, ഇത് മുകളിലേക്കാണ് ഉയർത്തി വെച്ചേക്കുന്നത്, മേളിലോട്ട് തന്നെ കയറ്റി വെച്ചിട്ട് ഇത് കണ്ടോ, നോക്കിക്കേ, നിങ്ങൾ കണ്ടോ ചെസ്റ്റ് അളവ് എനിക്ക് എത്ര നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതുണ്ട് 38. അത്ര വലിച്ചു മുറുക്കിയൊന്നുമല്ല വെച്ചിരിക്കുന്നത്, 38 കണ്ടോ, ഇത് കേട്ടോ 38. ഒത്തിരി അയക്കണ്ട, ഞാനിപ്പോൾ ഇങ്ങനെ കാണിച്ചു തരാം. 38 ആണ് എൻ്റെ ചെസ്റ്റ് അളവ്, അത് മറന്നു പോകലെ 38. പക്ഷേ ഇത് ബോഡിയിൽ നിന്നെടുത്ത ചെസ്റ്റ് അളവാണ്. പലപ്പോഴും പല തയ്യൽക്കാരും എടുക്കുന്നത് ബോഡിയിൽ നിന്നല്ല. കാരണം ആള് തുണി കൊണ്ട് കൊടുത്തിട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ തയ്ക്കണം. അതിനുവേണ്ടി ഞാൻ കഴിഞ്ഞ മാസമല്ല 1-2 മാസം മുമ്പ് തയ്ച്ച എൻ്റെ ഒരു കോളർ ചുരിദാറിൻ്റെ
നല്ല വശമാണ് നിങ്ങളെ ഞാൻ കാണിക്കുന്നത്. ഈ നല്ല വശത്ത് നിന്നും എനിക്ക് എങ്ങനെയാണ് ചെസ്റ്റ് അളവ് എടുക്കുന്നതെന്നും അത് തമ്മിലുള്ള വ്യത്യാസവും നിങ്ങൾ നോക്കണേ. ഇത് കണ്ടോ, നമുക്ക് ഈ മെഷർമെന്റ് നോക്കാം. ഇവിടെ നിന്ന് ഈ കുഴി മുതൽ ഈ കഷത്തിന്റെ കുഴി വരെയുള്ള അളവ് എനിക്ക് എത്ര ഉണ്ടെന്ന് നിങ്ങൾ നോക്കിയേ. കറക്റ്റ് 21. ഇത് കണ്ടോ, നിങ്ങൾ കാണിക്കാം. നിങ്ങൾ നോക്കിക്കോ, വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണാം, ഞാൻ എടുത്ത് കാണിക്കണ്ട. 21 എൻ്റെ ചെസ്റ്റ് അളവ് കിട്ടിയിരുന്നത്. അപ്പം മൊത്തം എത്ര വരും? 42. ബോഡിയിൽ നിന്ന് എടുത്തപ്പോൾ എത്ര ഉണ്ടായിരുന്നു? 38. ഉറപ്പായോ? മനസ്സിലായോ എന്താ വ്യത്യാസം? 38ൻ്റെ കൂടെ 4 ഇഞ്ച് കൂട്ടിയപ്പോൾ കിട്ടിയ അളവാണ് തുണിയിൽ നിന്നും എടുക്കുന്ന മെഷർമെന്റ്. ഒരിക്കലും മറന്നു പോകരുത്. നമ്മൾ ഡയറക്റ്റ് ബോഡിയിൽ നിന്ന് എടുക്കുന്ന ചെസ്റ്റ് അളവായിരിക്കും പലപ്പോഴും പലരും പറയുന്നത്. പക്ഷെ ചില തയ്യൽക്കാർ പറയുന്നത് എപ്പോഴും ഏതായിരിക്കും? ഇങ്ങനെ തുണിയിൽ നിന്ന് എടുത്ത ചെസ്റ്റ് അളവായിരിക്കും. രണ്ടും സെയിം ആണോ? അതാണ് പലപ്പോഴും പലർക്കും തയ്ക്കുമ്പോഴുണ്ടാകുന്ന പല പ്രശ്നങ്ങൾ. ഞാൻ എൻ്റെ വീഡിയോകളിൽ മുഴുവൻ പറയുന്നത് ഞാൻ ബോഡിയിൽ നിന്ന് എടുത്ത ചെസ്റ്റ് അളവ് വെച്ചാണ് പറയുന്നത്. പക്ഷെ മറ്റു പല തയ്യൽക്കാരും പറയുന്നത് തയ്ച്ച ഡ്രസ്സിൽ നിന്ന് എടുത്ത അളവാണ്. അപ്പോൾ ഇവിടെ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് ഡ്രസ്സിൽ നിന്ന് എടുത്ത ഇനി പറയുന്നത് മനസ്സിലായല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ശരീരത്തിൽ നിന്നാണ് എടുക്കുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? +4 ആഡ് ചെയ്യുക. 38 എനിക്ക് കിട്ടിയത്. 38ൻ്റെ കൂടെ 4 കൂട്ടിയാൽ 42. ആ 42 എനിക്ക് തുണിയിൽ നിന്ന് കിട്ടിയ അളവ്. ചെസ്റ്റ് 42 കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇനിയും നോക്കേണ്ടത് ആദ്യം തൊട്ടാ നെക്ക് എൻ്റെ വിഡ്ത്ത്, നെക്കിൻ്റെ ഡെപ്ത് തൊട്ട് തുടങ്ങാം. അപ്പം നമുക്ക് നെക്ക് ഫ്രണ്ട് നെക്ക് തൊട്ടാണ് പറഞ്ഞത്. നെക്കിൻ്റെ വിഡ്ത്ത്, നെക്ക് വിഡ്ത്തും ഇതുകൊണ്ട് എഴുതിക്കോട്ടെ. നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടമാണ്. എൻ്റെ നെക്ക് വിഡ്ത്തിൻ്റെ ഇഷ്ടമല്ല അടുത്തയാൾക്ക്. ഇതൊന്നും ആയിരിക്കില്ല മൂന്നാമത്തെ ആൾക്ക്. അപ്പോൾ തയ്യൽക്കാരുടെ അടുത്ത് അവർ പറയും ഈ തന്നിരിക്കുന്ന തുണിയുടെ നെക്ക് വിഡ്ത്തോ നെക്ക് ഡെപ്തോ എടുത്തോളാൻ പറഞ്ഞാൽ നോ പ്രോബ്ലം. അല്ലെ നമ്മൾ തന്നെ പറയും എനിക്ക് ഫ്രണ്ട് കഴുത്ത് 6 ഇഞ്ച് താഴ്ത്തിയാൽ, അല്ലെ 6 താഴ്ത്തിയാൽ മതി, ബാക്ക് 4.5 മതി, വല്ല ബാക്ക് കൂടുതലെടുത്തു, നമ്മൾ അങ്ങനെ പറയാറുണ്ട്. ഇനി ഇതൊന്നുമല്ല, ഞാൻ എന്തിനാണ് ഇത് പറഞ്ഞു വെച്ചാൽ ജനറലായിട്ട് തയ്ക്കുന്നവർക്ക് ഇതൊന്നും പറയാതെ കുഴപ്പമില്ലാത്ത പോലെ വെച്ചു. അല്ലെങ്കിൽ നിങ്ങൾ തയ്യൽ കടയിൽ നിന്ന് കിട്ടുകയില്ലേ നമുക്ക്, നമുക്ക് റെഡിമെയ്ഡ് കിട്ടത്തില്ലേ, അങ്ങനെയൊക്കെയുള്ളവർ ചെയ്യുന്ന അതിൻ്റെ കൺസെപ്റ്റാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്. അതിനുവേണ്ടി നെക്ക് വിഡ്ത്ത് എന്ന് പറയുന്നത് ചെസ്റ്റ് മെഷർമെന്റിനെ വെച്ചാണ് പറയുന്നത്. ആ ചെസ്റ്റ് മെഷർമെന്റ് ഏതാണെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞു. അപ്പം ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 12 ഇതാണ് മെഷർമെന്റ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ കിട്ടിയേക്കുന്ന നമ്മുടെ മെഷർമെന്റ് 42 ആണ്. 42 ഡിവൈഡഡ് ബൈ 12 നമുക്ക് കാൽക്കുലേറ്ററിൽ തന്നെ ചെയ്ത് നോക്കാം. 3.5. അപ്പൊ എനിക്ക് എത്ര കഴുത്തകലം എടുക്കാം? 3.5 എടുക്കാം. ഇത് നിർബന്ധമല്ല. എത്ര 3 മതിയെങ്കിൽ 3 ആക്കാം, 3.25 വേണേൽ 3.25 ആക്കാം, 2.25 മതിയെങ്കിൽ 2.25 ആക്കാം. നിങ്ങൾക്കറിയാം ഇതെല്ലാം ചുരിദാറിനെ വെച്ചാൽ ഞാൻ പറയുന്നത്. കുർത്തി തയ്ക്കാനുള്ള മെഷർമെന്റാ. സാരി ബ്ലൗസിന് ഇതെടുക്കരുതേ, ഞാൻ വേറെ പിന്നെ പറഞ്ഞു തരാം. സാരി ബ്ലൗസിനല്ല, ചുരിദാറിന് വേണ്ടിയുള്ള അളവുകളാണ് പറയുന്നത്, അതോടെ മറന്നു പോകല്ലേ. അപ്പം എനിക്ക് 3.5 നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ എടുക്കുന്ന ഒട്ടും മിക്കതിൻ്റെയും എൻ്റെ നെക്ക് വിഡ്ത്ത് എത്രയാണ്? 3.5. ഇനി നമുക്കുള്ളത് നെക്കിൻ്റെ ഡെപ്താണ്, അല്ലെങ്കിൽ ഇറക്കം. ഇത് നെക്കിൻ്റെ വീതി, ഇത് നെക്കിൻ്റെ ഡെപ്ത്. നെക്കിൻ്റെ ഡെപ്ത് എന്ന് പറയുന്നത് കാണാൻ നമുക്ക് എന്ത് ചെയ്താൽ മതി? ഈ ചെസ്റ്റ് മെഷർമെന്റിനെ 8 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് 42 ഡിവൈഡഡ് ബൈ 8 നോക്കാം. 42 ഡിവൈഡഡ് ബൈ 8 ഈക്വൽസ് 5.25. അത് തീരെ കുറവാ അല്ലേ? ഈ 5.25ൻ്റെ കൂടെ ഇത് ജനറലാണ് ഈ പറയുന്ന 5.25. 5.25ൻ്റെ കൂടെ നമുക്ക് 0.25 to 0.5 വരെ കൂടുതൽ കൂട്ടാം. 1/4 ഇഞ്ച് മുതൽ 1/2 ഇഞ്ച് വരെ കൂടുതൽ കൂട്ടാം. 1/2 ഇഞ്ച് വരെ കൂടുതൽ കൂട്ടിൽ എത്ര വരുന്നുള്ളൂ? 5.25 വരുന്നുള്ളൂ. 5.25. ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഇഷ്ടമാ എത്ര എന്നുള്ളത്. ഞാനിത് ജനറലായിട്ട് വരുന്ന അളവുകൾ പറയുന്നത്. കാരണം പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് കമൻറ്റ് ചോദിക്കുന്നത് നെക്ക് വിഡ്ത്ത് എത്ര എടുക്കണം, എനിക്ക് ഷോൾഡർ അല്ല ടീച്ചറെ എനിക്ക് ചെസ്റ്റ് എൻ്റെ 44 ഞാൻ ഷോൾഡർ എത്ര എടുക്കണം, ഞാൻ നെക്കിൻ്റെ ഇറക്കം എത്ര എടുക്കണം, അങ്ങനെ ചോദിക്കുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. അപ്പം നമുക്ക് 2 അളവ് കിട്ടി, നെക്കിൻ്റെ വിഡ്ത്തും കിട്ടി, നെക്കിൻ്റെ ഡെപ്തും കിട്ടി. ഇതിനേക്കാൾ നമുക്ക് പ്രധാനപ്പെട്ടത് ആം ഹോൾ ഡെപ്തും ആം ഹോൾ ഇറക്കവും നമുക്ക് അറിയണം അല്ലേ. അതിനു മുമ്പ് നമുക്ക് ഷോൾഡർ അറിയണം. ഷോൾഡർ അല്ലേ, സോറി, മൂന്നാമത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്താൽ മതി? ചെസ്റ്റിനെ 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ
12. ചെസ്റ്റ് ഡിവൈഡ് ബൈ 12 നമുക്ക് മുമ്പ് കിട്ടിയിട്ടുണ്ട് 3.5. അപ്പോൾ എങ്ങനെ ഇതും 3.5, ഇതെങ്ങനെ 3.5? നെക്കിന് എടുത്തതിന് ശേഷമുള്ളതാണ് ഈ 3.5 എന്ന് പറയുന്നത്. അപ്പം 3.5 എത്ര വരും 7 കേട്ടോ. മാറിപ്പോകല്ലേ. ഈ 3.5 എന്താണ്? നമ്മൾ ആദ്യമേ തന്നെ കഴുത്തിന് വേണ്ടിയുള്ള അകലം 3.5 പറഞ്ഞു, ബാക്കിയാണ് 3.5. അപ്പം നമുക്ക് എത്ര കിട്ടി? 7 എന്ന് കിട്ടി. ഇനി നമുക്ക് വേണ്ടത് ആംഹോൾ. നമുക്ക് ആംഹോളിന്റെ ഡെപ്ത് നമ്മൾ വരയ്ക്കുകയല്ലേ, ആ വരയ്ക്കുന്ന ആംഹോളിന്റെ ഡെപ്താണ്. ഡെപ്ത് എന്നല്ല ഞാൻ പറയുന്നത്, എത്ര അകലത്തിലാണ് ആംഹോൾ നീങ്ങേണ്ടെന്നുള്ളതാണ്. അത് കാണാൻ വേണ്ടി ആംഹോൾ കേർവ് വരയ്ക്കുന്നത് കേട്ടോ. ആംഹോൾ കേർവ് കാണാൻ വേണ്ടി നമ്മൾ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24. അപ്പം നമുക്ക് അത്ര വരും 42 ഡിവൈഡഡ് ബൈ 24 ഈക്വൽസ് 1.75. ഇതെന്താണെന്ന് നിങ്ങളെ ഞാൻ വരച്ച് കാണിക്കാം കേട്ടോ. ഇത്രയും നിങ്ങൾ ഓർക്കുക. ഇനി നമുക്ക് വേറെ ഒരെണ്ണം കൂടെ ഉണ്ട്, ആംഹോൾ റൗണ്ട് കാണാനായിട്ട് നമുക്ക് ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 ആദ്യം നമുക്ക് കാണാം. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 4 മൈനസ് 1. ആംഹോൾ റൗണ്ട് കാണുമ്പോഴുണ്ടല്ലോ, ഈ എടുക്കുന്ന ചെസ്റ്റിന് ഒരു പ്രത്യേകതയുണ്ട്. ഈ ചെസ്റ്റ് നമ്മുടെ ബോഡിയിലെ കറക്റ്റ് ചെസ്റ്റ് അളവായിരിക്കണം. 42 എടുക്കാൻ പാടില്ല. നമ്മൾ എത്ര എടുക്കാവൂ? നമുക്ക് 38 എടുക്കാവൂ. 38 ഡിവൈഡഡ് ബൈ 4. അപ്പം നമുക്ക് എത്ര കിട്ടും? 9.5 അല്ലേ? 9×4 9.5. ഈ 9.5-ൽ നിന്നും നമ്മൾ എത്ര കുറയ്ക്കണം? 1 ഇഞ്ച് കുറയ്ക്കണം. അപ്പം എത്ര കിട്ടും? 8.5 എന്ന് പറഞ്ഞാൽ 8.5ന്റെ ഡബിൾ എത്ര? 17. ഇത് കറക്റ്റ് ആയിരിക്കും അല്ലേ? ഈ ഒരു മെഷർമെന്റ് വരുന്ന ആൾക്ക് 17 കറക്റ്റാണ്. എൻ്റെ മെഷർമെന്റ് എന്ന് പറയുന്നതും 17. അപ്പം ഈ ആംഹോൾ റൗണ്ട് വരുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു കാര്യം ഓർക്കണം. സാധാരണ ഈ +4 ഇട്ട് ആഡ് ചെയ്ത ചെസ്റ്റിനെ കൊണ്ടല്ല ചെയ്യേണ്ടത്. ഇതേ ഉള്ളൂ. ഇനി ഇത്രയും അളവ് വെച്ച് നമുക്ക് പെട്ടെന്ന് ഒരു മെഷർമെന്റ് ഈ തുണിയിൽ ഞാൻ നിങ്ങൾക്കൊന്ന് വരച്ച് കാണിക്കാം. നമുക്ക് ഇങ്ങനെയൊക്കെ കണക്ക് പറയാൻ എല്ലാവർക്കും എളുപ്പമാണ്. പക്ഷേ നമുക്ക് നമ്മുടെ ഒരു തുണിയിൽ നമ്മളെങ്ങനെ പറയും നോക്കിക്കേ. ഇത് ഫോൾഡഡ് സൈഡാണ്. ഇനി ഇവിടെ നിന്ന് നോക്കിക്കോണേ പെട്ടെന്ന്. അപ്പം ഞാൻ കഴുത്ത് 3.5 എന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ടല്ല ഞാൻ സാധാരണ കഴുത്ത് എടുക്കുന്നത് എത്രയാണ്? 3.5. അതുകൊണ്ട് ഞാൻ 3.5 മെഷർമെന്റ് എടുക്കുന്നു. കണ്ടല്ലോ, 3.5. കഴുത്തിന്റെ ഇറക്കം എന്ന് പറയുന്നത് സാധാരണ നമ്മൾ എടുക്കുന്ന 6ആണ്. ഫ്രണ്ടിന് 6 എടുക്കും. ബാക്കിന് ഞാൻ 5, 5.5, 4 ഒക്കെ എടുക്കാറുണ്ട്. ഇപ്പോൾ 6 തന്നെ സങ്കല്പിക്കുക. ഇവിടെ നിന്നും നമ്മൾ ആ 3.5 അളക്കുന്നു. നമ്മൾ നമ്മുടെ സ്കെയിൽ വെച്ചുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഡ്രോ ചെയ്യുന്നു. നമുക്ക് രണ്ടിടത്തും ഞാൻ വരച്ചു. നിങ്ങൾക്ക് ഇഷ്ടമുള്ള നമുക്ക് റൗണ്ട് ഷേപ്പ് യു ഷേപ്പ് ആണെങ്കിൽ ഈ ആംഹോൾ കേർവ് വെച്ച് വളരെ എളുപ്പത്തിൽ വരയ്ക്കാം. കൈ കൊണ്ടും അതുപോലെ തന്നെ ഫ്രീ ഹാൻഡായിട്ട് വരയ്ക്കാൻ നിർബന്ധം ഒന്നുമില്ല. വേണമെന്ന് ഞാനിപ്പം കാണിച്ചതേ ഉള്ളൂ. ഇനിയും നമുക്ക് നമ്മളുടെ ഏതാണ് എടുക്കാൻ പോകുന്നത്? ഷോൾഡർ. നിങ്ങൾക്കറിയാം ഷോൾഡർ എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞു ഇവിടെ 3.5 വന്നതുകൊണ്ട് നമ്മൾ കണക്കാക്കിയപ്പോൾ എത്ര തന്നെയാണ് വന്നത്? 7 അല്ലേ? 3.5ഉം 3.5ഉം കണ്ടോ. അപ്പം നമുക്ക് ടോട്ടൽ എത്ര കിട്ടി? 7 ഇഞ്ചിൽ ഞാൻ ഷോൾഡർ മാർക്ക് ചെയ്തു. ഷോൾഡറിൽ നിന്നും ഇനി ആം ഹോൾ ഇതെന്ന് പറയുന്നതും ഈ സെയിം അളവ് തന്നെയാണ്. ഏത്? ഈ ഷോൾഡർ തന്നെ നമുക്ക് ആം ഹോൾ ഡെപ്ത് എടുക്കാം. ഇവിടെ ചെറിയൊരു വേരിയേഷൻ വരാം. ചിലപ്പം 7 എന്നുള്ളത് 7.25 ഒക്കെ വരെ വരാൻ സാധ്യതയുണ്ട്. അത് സാരമില്ല, നമുക്ക് അതനുസരിച്ച് ചെയ്യാം. അപ്പോൾ ഇവിടെ വരയ്ക്കുന്നതിന് മുമ്പ് ഇവിടെ നിന്നും 7 ആണെന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമേ നമ്മൾ താഴേക്ക് ഈ ലൈൻ വരയ്ക്കാവൂ. ഇത്രയും പിടി കിട്ടിയില്ലേ? ഇനി നമുക്ക് ഇവിടെ നിന്ന് നമ്മുടെ ചെസ്റ്റ് റൗണ്ട്, അത് ഞാൻ പറഞ്ഞില്ല നിങ്ങളോട്. ചെസ്റ്റ് റൗണ്ട് അത് വളരെ പ്രധാനപ്പെട്ടതാണ്. തുടക്കക്കാർക്ക് വളരെ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ ചെസ്റ്റ് അളവ് അല്ലെങ്കിൽ ചെസ്റ്റ് റൗണ്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമുക്ക് ഈ കിട്ടിയിരിക്കുന്ന 38 അല്ല, 4 കൂട്ടിയ 42 ഇല്ലേ? ആ 42 ഡിവൈഡഡ് ബൈ 4 അതിൻ്റെ കൂടെ നമുക്ക് വേണ്ട സീം അലവൻസ് കൊടുക്കണം. 42 ഡിവൈഡഡ് ബൈ 4 എത്ര വരും? 10.5 പ്ലസ് സീം അലവൻസ്. നമുക്ക് തുടക്കക്കാർക്ക് എപ്പോഴും 2 ഇഞ്ചിലാണ്. കാരണം കൂട്ടണമെങ്കിൽ കൂട്ടാമല്ലോ, വണ്ണം കൂടിയാലൊക്കെ കൂട്ടാമല്ലോ. അല്ലെങ്കിൽ അത്രമായി കോൺഫിഡൻസ് ഉള്ളവർക്ക് 1.5 ഇടാം. ഞാൻ 2 ആഡ് ചെയ്യുന്നു. അപ്പം നമുക്ക് അത്ര കിട്ടി 12.5.
5. ഇത് മറക്കല്ലേ. അപ്പം നമ്മൾ ആ 12.5 ആണ് സീം കൂട്ടി നമ്മളിവിടെ എടുക്കുന്നത്. 12.5 സീം അലവൻസ് കൂട്ടിയാണ് ഈ എടുക്കുന്നത്, മറന്നു പോകരുത്. സീം അലവൻസ് കൂട്ടി 12.5. നമുക്ക് ശരിക്കും എത്ര മതി? 10.5. അതുകൂടെ ഒന്ന് വെച്ചു. ഇനി നമുക്ക് അതിനെയും കൂടെ ചേർത്ത് ഞാനൊന്ന് വരയ്ക്കട്ടെ. കണ്ടല്ലോ. അപ്പം ഇതാണ് നമ്മുടെ അളവെന്ന് പറഞ്ഞേക്കുന്നത്. ഇനി അപ്പം നമ്മൾക്ക് ഇത്രയും കാര്യങ്ങളൊക്കെ കിട്ടി. സത്യത്തിൽ ഇതൊക്കെയാണെങ്കിൽ പോലും, ഇതാണ് നിയമവും ചട്ടങ്ങളെങ്കിൽ പോലും, നമ്മുടെ ഡ്രസ്സ് നമ്മൾക്ക് ഫിറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ, അല്ലെങ്കിൽ ആർക്ക് വേണ്ടി തയ്ക്കുന്നു അവർക്ക് ഫിറ്റ് ആയിട്ടിരിക്കണമെങ്കിൽ ഇവിടെ ചെറിയ ഓൾട്രേഷൻ വരുത്തണം. ഇത് ജനറൽ കൺസെപ്റ്റ്. അതായത് ഇവിടെ 3.5 ഇഞ്ച് കഴുത്ത് എന്ന് പറയുന്ന ഒരു നല്ല അളവാണ്. അതിൻ്റെ ഒപ്പം 6 ഇഞ്ചും 5.5 ഇഞ്ചും എടുത്തതും ഒരുവിധം നല്ല അളവാണ്. അപ്പം നമ്മുടെ ഇത് തുറക്കുമ്പം ഒരുവിധം നല്ല വൈഡായിട്ടിരിക്കുകയില്ലേ, ഇരിക്കും. അപ്പോൾ ഈ 7 പറയുന്ന ഷോൾഡർ ഇല്ലേലും എനിക്ക് കുഴപ്പമില്ല. എനിക്ക് എത്ര എടുത്താൽ മതി? 6.25 വരെ എടുത്താൽ മതി. 6.5 പോലെ കേട്ടോ. 6.5 എടുക്കുമ്പോൾ തീരെ കുറഞ്ഞു പോകും. നമുക്ക് എത്ര എടുക്കാം? 6.25 ഇതിനെ ബാക്കിലേക്ക് മാറ്റാം. ഇപ്പം ഞാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് ഞാൻ എൻ്റെ വീഡിയോ നോക്കിയാൽ അറിയാം. ഇതിൻ്റെ ഷോൾഡർ നോക്കിയാൽ വളരെ കുറച്ചാണ് എടുത്തേക്കുന്നത്. കാരണം ഇത് 4.5 എടുത്തേക്കുന്നത്. ഇത് 4.5, ഇത് 3.5 ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ 6.25. എനിക്ക് 6.5 ആക്കിയിട്ട് ഞാൻ കുറച്ചേനെ. ഇപ്പിടി കിട്ടിയോ? ഇത് 4.5 ഉള്ള ബ്രോഡ് നെക്കായിരുന്നു എങ്കിൽ, ഈ വിടുത്ത് 4.5 എടുത്തിരുന്നെങ്കിൽ ഞാൻ ഇതിനെ എത്ര ആക്കിയേനെ? 6.5 ആക്കിയേനെ. ഇപ്പം ഞാനിത് 6.25 കുറയ്ക്കുന്നു. ഇത്ര വ്യത്യാസം വരുന്നുള്ളൂ, ഒത്തിരി വ്യത്യാസമൊന്നും വരുന്നില്ല. അപ്പം നമുക്ക് 6.25 നിന്നും ഈ ലൈൻ ഇങ്ങോട്ട് വരയ്ക്കാം. 6.25. ഇനി ഇവിടെ എങ്ങനെയാണ് നമുക്ക് ചെയ്യേണ്ടത്? ഇത് ഇവിടെ ഒരു വളരെ പ്രധാനപ്പെട്ടതാണ്. ഇവിടെ എന്തേരെ കുഴിക്കണം എന്നുള്ളത് ഒരു സംശയം. നമ്മൾ ചുമ്മാ അങ്ങ് വരച്ചു പോവുകയല്ല ചെയ്യുന്നത്. ഇവിടെയും വളരെ പ്രധാനപ്പെട്ട ഒരു കണ്ടുപിടുത്തമുണ്ട്. അതും കൂടി ഞാൻ പറഞ്ഞോട്ടെ. അതിനെ നമുക്ക് ഈ ആം ഹോൾ ഡെപ്ത് എന്ന് ചിലർ പറയും. ആം ഹോൾ ഡെപ്ത് എന്ന് അതിനെ പറയാറുണ്ട്. ആ ആം ഹോൾ ഡെപ്ത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പിടികിട്ടിയോ എന്താണെന്നുള്ളത്? ഇത് ഇവിടുന്ന് എന്തേലും താഴ്ക്കണം എന്നും ഉള്ള കണക്ക് കണ്ടുപിടിക്കുന്നത് ഈ മുമ്പ് പറഞ്ഞ ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24 ആണ്. ചെസ്റ്റ് ഡിവൈഡഡ് ബൈ 24. അപ്പം നമുക്ക് എത്ര കിട്ടും നോക്കാം. 1.75 എന്നാണ് കിട്ടിയേക്കുന്നത്. 1.75. അപ്പം നമ്മൾ എന്ത് ചെയ്യണമെന്ന് അറിയാവോ? നമ്മുടെ ടേപ്പ് എടുത്തിട്ട് ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കിയേ. 1.75 1.25 നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു പോയിന്റ് കൊടുക്കണം. കണ്ടല്ലോ. അപ്പോൾ 1.25 ഇവിടെ പോയിന്റ് കൊടുത്തു. ഇനി ഇത് എങ്ങനെ വേരി ചെയ്യുന്ന വെച്ചാൽ വണ്ണം ചെസ്റ്റ് കൂടുന്നതനുസരിച്ച് ഇത് മുകളിലേക്ക് കൂടും അല്ലേ? ചെസ്റ്റിന്റെ നമ്പർ ഡിവൈഡഡ് ബൈ 24 അല്ലേ? ചെസ്റ്റ് കുറയുന്നതനുസരിച്ച് ഇത് താഴോട്ട് വരും. ഒരു 32 ഉള്ള ഒരു 32 ചെസ്റ്റ് അളവേ ഉള്ളൂ ഒരാൾക്ക് എങ്ങനെ വരും? നിങ്ങൾ നോക്കിയേ. 32 ഡിവൈഡഡ് ബൈ 24 എത്ര വന്നു? 1.3. ഇപ്പോൾ എത്ര വരും നിങ്ങൾ നോക്കിയേ. 32 ചെസ്റ്റ് അളവുള്ള ഒരാൾക്ക് 1.3. ഇത്രയും വരത്തുള്ളൂ. ഇത്രയും താഴോട്ട് ഇറങ്ങി വരും. വ്യത്യാസം പിടി കിട്ടിയോ? എനിക്ക് ഇത്രയും മുകളിലേക്ക് വന്നു. ഇനി നമ്മൾ എന്ത് ചെയ്യണം? നമുക്കിവിടെ ഒരു സ്ലോപ്പ് വേണം. സ്ലോപ്പ് 1/2 ഇഞ്ച് നമ്മൾ നിർബന്ധമായും 1/2 ഇഞ്ച് നമുക്ക് കൊടുക്കാം കേട്ടോ. ചിലർക്ക് അത് ചിലപ്പം 3/4 ഇഞ്ചും ചിലർക്ക് 1/4 ഇഞ്ചും ഒക്കെ ആയിട്ട് ചെറിയ തോതിൽ മാറ്റം വരാൻ സാധ്യതയുണ്ട്. അപ്പം ഞാൻ സ്ലോപ്പും വരച്ചു. ഇനി നമുക്ക് ഈ നമ്മുടെ ആകെയുള്ള ഈ നീളം 7 അല്ലേ? 7ന്റെ പകുതി 3.5, നേർപകുതി 3.5യിൽ ഞാനൊരു പോയിന്റ് കൊടുത്തു. ഇനി ഈ 3.5യും ഈ പോയിന്റും കൂടെ ചേർത്ത് നമുക്ക് ഫ്രീ ഹാൻഡായിട്ട് തന്നെ നമ്മുടെ ആം ഹോൾ കർവ് നമുക്ക് ഇങ്ങനെ കൊണ്ടുവന്ന് മുട്ടിക്കാം. കണ്ടോ? അപ്പം നമ്മുടെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. ഇനി ബാക്കി കട്ട് ചെയ്തെടുക്കുക എന്നുള്ള പണിയേ ഉള്ളൂ. ഒരുവിധപ്പെട്ട അത്യാവശ്യ കാര്യങ്ങൾ നിങ്ങൾക്ക് പിടി കിട്ടിയോ? ആം ഹോൾ കുഴിച്ചു വെട്ടിയത് നിങ്ങൾക്ക് കാണാൻ പറ്റിയില്ല. നിങ്ങൾക്ക് കാണാൻ പറ്റാഞ്ഞത് വീഡിയോ ഓഫായി പോയി. ഒരിക്കലും കൂടെ ഞാനത് നിങ്ങളെ കാണിക്കാം. ഫ്രണ്ട് ആം ഹോൾ കുഴിച്ചു വെട്ടാനും പലർക്കും സംശയമുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം വരച്ച ഈ ലൈനിൽ നിന്ന് മിഡ് പോയിന്റ് ഇതല്ലേ കണ്ടെത്തിയത്? അതായത് നമുക്ക് ആകെ 7 ഇഞ്ച് ഉണ്ടായിരുന്നു. 7ന്റെ പകുതി 3.5യിൽ നമ്മൾ വരച്ചേക്കും. ഇനി ഈ 3.5 മുതൽ ബാക്കിയുള്ള ഈ 3.5യുടെ മിഡ് പോയിന്റ് നമ്മൾ അടയാളപ്പെടുത്തി. കണ്ടോ? 3.5യുടെ മിഡ് പോയിന്റ് അടയാളപ്പെടുത്തി, മധ്യബിന്ദു അടയാളപ്പെടുത്തിയിട്ട് ഇപ്പം എന്ത് ചെയ്യുന്നറിയോ? ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങുക. ഇവിടെ നമ്മൾ 1/2 ഇഞ്ച് സ്ലോപ്പ് കൊടുത്തില്ലേ? ഇവിടെ നിന്ന് ഇവിടുന്ന് തുടങ്ങരുത്. ഒരു ഇഞ്ച് കഴിയുമ്പോൾ ചെറുതായിട്ട് അകത്തോട്ട് കയറ്റി ഇത് കണ്ടോ വരച്ച്
ഇങ്ങനെ നിങ്ങളൊരു ചുരിദാർ വെട്ടിയാൽ ടിപ്പ് ടോപ്പായിട്ടിരിക്കും. നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ ഷോൾഡർ ഇറങ്ങി പോവുകയോ അല്ലെ നമ്മുടെ കൈക്കുഴി ഇറുകി പിടിച്ചിട്ട് കഴുത്ത് അകന്ന് വരുവോ മുന്നോട്ട് കയറുകയോ പോവുകയോ ഒന്നും ചെയ്തില്ല. വളരെ സ്യൂട്ടായിട്ട് ഈ ഒരു ഡ്രസ്സ് ഇരിക്കും. ഇനി നിങ്ങളെ ഞാൻ അടുത്ത ദിവസം കുറച്ചുകൂടെ വിശദീകരിച്ച് നമ്മുടെ സാരി ബ്ലൗസിൻ്റെ കട്ടിങ് ഈ സൈസ് മെഷർമെൻറ്റ്സ് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ എനിക്ക് ഒരു അളവും കൂടെ നിങ്ങളെ വിശദമായിട്ട് കാണിക്കണമെന്നുണ്ട്. പക്ഷേ സമയം ഒത്തിരി മുന്നോട്ട് പോകുന്നതുകൊണ്ട് ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. നിങ്ങൾക്ക് ഉപകാരമായ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും തരണം. മറന്നു പോകരുത്. നിങ്ങൾ വേണ്ടപ്പെട്ടവർക്ക് ഇത് അയച്ചു കൊടുക്കാനും കൂടെ ശ്രദ്ധിക്കുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.